ശ്രീ എൻ പി ചെക്കുട്ടി, സാധാരണഗതിയിൽ സ്വയം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു തെളിച്ചമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ഈ പോലീസ് മർദ്ദനത്തിൻ്റെ അനുഭവമുണ്ട്. അദ്ദേഹം പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതും MLA ആയിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ്റെ പോലീസിൽ നിന്നും ഏറ്റ മർദ്ദനം, അതിൽ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ സഭയിൽ അദ്ദേഹം ചോദ്യം ചെയ്തത്, അതായത് രാഷ്ട്രീയ സംരക്ഷണം തന്നെ മർദ്ദിച്ച പോലീസുകാർക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അനുഭവമുള്ള മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയ സംരക്ഷണം എന്ന വാക്കുപയോഗിച്ച മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഭരിക്കുമ്പോൾ അത് മറക്കുന്നത്? അല്ല, പ്രധാനപ്പെട്ട കാര്യം ഈ സിസ്റ്റത്തിനെ നമുക്ക് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കതിനെ ദുരുപയോഗം ചെയ്യാം. കാരണം കേരള പോലീസ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഒന്നാന്തരം ഫോഴ്സാണ്. അതിനകത്തുള്ള ഓഫീസേഴ്സ് ആയാലും ശരി, അതിനകത്തുള്ള കാഡേഴ്സ് ആയാലും ശരി, നല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. പക്ഷേ ഈ സേനയെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിണറായി വിജയൻ അന്ന് MLA ആയിരുന്ന സമയത്തുണ്ടായിരുന്ന പിണറായി വിജയൻ അല്ല ഇപ്പോഴുള്ള പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളുള്ള ഒരാളാണ്, ഒരു സ്ഥാപിത താല്പര്യങ്ങളുടെ ഉള്ള ഒരു പാർട്ടിയുടെ നയിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സേനയെ അദ്ദേഹം അതിശക്തമായിട്ട് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ജനകീയ താല്പര്യങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങളോ ഒന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു DGPക്കെതിരായിട്ട്, മലപ്പുറത്ത് SP-ക്കെതിരായിട്ട് അവരുടെ ഒരു MLA ആയിരുന്ന ഒരാൾ PV അൻവർ, അദ്ദേഹം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും ആയിരുന്നില്ല. പോലീസ് സംവിധാനത്തിനകത്ത് നടന്ന വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം എന്തുണ്ടായി? അദ്ദേഹത്തിന് പുറത്ത് പോയിട്ട് രാജിവെച്ച് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യം സ്വന്തം പാർട്ടിയിലായാലും ശരി, പുറത്തുള്ള എവിടെയായാലും ശരി, ഈ സംവിധാനത്തെ താൻ ദുരുപയോഗം ചെയ്യുന്ന രീതി, ഈ സംവിധാനത്തെ താൻ മിസ്യൂസ് ചെയ്യുന്ന രീതി, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതാണ് CPIയുടെയും പ്രശ്നം. അപ്പോൾ ആ ഒരു ശക്തമായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ സ്ഥാപിത താല്പര്യങ്ങളില്ലാത്ത ഒരാളിലേക്ക് അധികാരം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു നിലയ്ക്കും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ നിലയിൽ അദ്ദേഹം കോംപ്രമൈസ്ഡ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയമായിട്ട് ആലോചിച്ചിട്ട് ഈ അധികാരം വേറെ ആരെ ഏൽപ്പിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്.